അപ്പോൾ ഇനി നമ്മുടെ പെർഫോമറെ വിളിക്കാനുള്ള സമയമാണ്. ഒരു അടിപൊളി നാടൻ പാട്ട് പാടുന്ന ഒരു കലാകാരിയാണ്. കാരണം നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ സ്റ്റേജ് ഒന്ന് ഇളക്കി മറിക്കാൻ പ്രാപ്തിയുള്ള ഒരു മിടുക്കി പെൺകുട്ടിയാണ് വരാൻ പോകുന്നത്. സോ ലെറ്റ്സ് വെൽക്കം കാവ്യശ്രീ. അപ്പൊ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ, പറയൂ. വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. തൃശ്ശൂർ ജില്ലയിലെ അമ്പല്ലൂര് മണ്ണമ്പേട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഈ നാടൻ പാട്ട് തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? അതായത് ബാക്കിയുള്ള പാട്ടുകൾ പാടി നോക്കിയിട്ടുണ്ടോ, പറ്റാഞ്ഞിട്ടാണോ, എങ്ങനെയാണ്? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ബാക്കി സിനിമ പാട്ടുകളൊന്നും പാടുകയില്ല. നാടൻ പാട്ട് തന്നെയാണ് ആദ്യമായിട്ട് പാടിയത്. പഠിച്ചിട്ടുണ്ടോ പാട്ട്? ഇല്ല, പാട്ട് പഠിച്ചു. ഓ, അത് ശരി. അപ്പൊ ഞങ്ങൾക്കും പാടാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്ക് പറ്റാവുന്ന ഒരു രണ്ടുപേര് പാടിപ്പിക്കാം. അല്ല, ഈ നാടൻ പാട്ടിന്റെ പ്രത്യേകത ഒരു കണക്കിന് അത് തന്നെയാണ്. കാരണം എല്ലാവർക്കും പാടാൻ പറ്റുന്ന പോലെ ഉള്ളത്, അതായത് ഭയങ്കര ഹൈ പിച്ചിലുള്ള പാട്ടുകളല്ല, ചില നാടൻ പാട്ട് നമുക്ക് എല്ലാവർക്കും പാടാൻ പറ്റുന്ന പോലെ ഉണ്ട്. ഒരു രണ്ടുപേര് പാടൂ സോസി. നാടൻ പാട്ട്. ഓടണ്ട ഓടണ്ട ഓടിത്തളരണ്ട, ഓമനപ്പൂമുഖം വാടിടേണ്ട, ഓമനപ്പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തോരുമ്മ നൽകാം. ടാറിട്ട റോഡാണ്, റോഡിനടിയാണ്, ഈ ഷാപ്പും പടിയും ഞാൻ കള്ളി ഷാപ്പിനെടുത്തുവാണല്ലോ. ഓ, അങ്ങനെ. ഇനി ഒരു സിനിമയിലെ പാട്ട് പാടിയിട്ടുണ്ട് നമ്മുടെ കാവ്യശ്രീ, അല്ലേ? എന്റെ ഹസ്ബൻഡാണ് പാടിയിരിക്കുന്നത്. ഏത് മൂവിയായിരുന്നു? പാഞ്ചജന്യം എന്ന് പറഞ്ഞ മൂവിയിലാണ്. പാഞ്ചജന്യം. ഓക്കെ, അപ്പൊ ഹസ്ബൻഡ് ഒരു പാട്ടുകാരനാണ്. അതെ. എന്തായാലും അങ്ങനെയാണോ നിങ്ങൾ? അങ്ങനെയാണെന്നും പറയാം, അങ്ങനെയാണെന്നും പറയാം. അല്ല, പ്രണയ വിവാഹം ആയിരുന്നോ? അങ്ങനെയാണെന്നും കൂടിയിട്ടാണ്. എന്തായാലും അദ്ദേഹം ഇവിടെ വളരെ നാണിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. അപ്പൊ ഒരു പാട്ടുകാരനാണ്, ഒരു പാട്ടുകാരിയെ ജീവിതത്തിലേക്ക് കൂട്ടി. എങ്ങനെയാണ് നിങ്ങൾ എവിടെ വെച്ചോ ആദ്യം കണ്ടത്? ഞാന് ദൂരദർശൻ ചാനലില് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാരും ചൊല്ലണ് എന്ന് പറയുന്ന ഒരു ഫോക്ക് ടൂർ റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. അതിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഒരു പെൺകുട്ടി പങ്കെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കുട്ടിയായിട്ട് പരിചയപ്പെട്ട് പിന്നെ നല്ല സൗഹൃദമായി, ഒരു സഹോദര ബന്ധമായി, നല്ല ബന്ധമായി. ആ കുട്ടി എന്നെ വലിയേട്ടാന്ന് വിളിക്കണ ഒരു ഘട്ടത്തി, അത്രയും ബന്ധമായി. പിന്നെ കുട്ടിയുടെ ഫാമിലിയായിട്ടും ബന്ധം വന്നു. പിന്നെ ഞാൻ കല്യാണം ആലോചിച്ച് നടക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം ഇവിടെ സഹപ്രവർത്തകരൊക്കെ കൂടിയിട്ട് പറഞ്ഞു, ചേട്ടാ ഇന്ന സ്ഥലത്തൊരു കുട്ടിയുണ്ട്, നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ നോക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞ റിയാലിറ്റി ഷോയിൽ കണ്ട ആ കുട്ടിയുടെ ചേച്ചിയാണ്. ആ കുട്ടിയുടെ ചേച്ചിയാണ് ഈ കുട്ടി. ആ വല്യേട്ടാന്ന് വിളിച്ച കുട്ടിയുടെ അനിയത്തിയല്ല, ചേച്ചി. എന്റെ അനിയത്തിയാണ് വല്യേട്ടാന്ന് വിളിച്ചത്. അപ്പൊ അവരുടെ ആ ഒരു സാഹോദര്യ ബന്ധത്തിന്റെ ഒരു മുന്നേ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതാണ് ഇതിന്റെ വല്യേട്ടനാണെന്ന്. ദീർഘദൃഷ്ടി കൊള്ളാം. ഇതൊരു സിനിമാ കഥ പോലെയുണ്ട് കേൾക്കാൻ. അങ്ങനെയാണ് നിങ്ങൾ ഒരുമിച്ച് കല്യാണം കഴിച്ചു, പിന്നെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നു. ഇവർ രണ്ടുപേരും പാട്ടുകാരായുണ്ട്. രണ്ടുപേരും കൂടി ഒരു ഡുവറ്റ് പെർഫോമൻസ്, ഒരു 4 വരി നമുക്ക് വേണ്ടി ഇഷ്ടമുള്ള പാട്ട് നിങ്ങൾ രണ്ടുപേരും. ഓക്കെ? നേരം പോയൊരു നേരട കുഞ്ഞാലെ നേരും നേറി ഞാൻ മറക്കൂല. നേരം പോയൊരു നേരട കുഞ്ഞാലെ നേരും നേറി ഞാൻ മറക്കൂല. കണ്ടപാടെ നീ കാണാണ്ട് പോകല്ലേ കാര്യം പറയട്ടെ പെണ്ണേ. കണ്ടപാടെ നീ കാണാണ്ട് പോകല്ലേ കാര്യം പറയട്ടെ പെണ്ണേ. പണ്ടത്തെ കാലല്ല പെണ്ണെ കാലും മനീരാണയ്യ. പണ്ടത്തെ കാലല്ല പൊന്നെ കാലും മനീരാണയ്യ. കല്ലും കല്ലും കരിങ്കല്ലു മേലെ പരുങ്കു മറക്കു മരിവോടെ. കല്ലും കല്ലും കരിങ്കല്ലു മേലെ പരുങ്കു മറക്കു മരിവോടെ. ഉച്ചം വെട്ടി മരത്തിന്റെ മോളിൽ നൂലിട്ട് പോന്നവനാ. തുച്ചം വെട്ടി മരത്തിന്റെ മോളിൽ നൂലിട്ട് പോന്നവനാ. പാടം പാടം പാടവരമ്പും നൂറടി തോടുവരം പാടേ. പാടം പാടം പാടവരമ്പും നൂറടി തോടുവരം പാടേ. അടിപൊളി അല്ലേ?
രണ്ടുപേരും കലക്കി. ചേട്ടൻ നമ്മള് പ്രതീക്ഷിക്കാത്ത വേറൊരു ലെവൽ അതെ, വോയിസിലേക്ക്. വേറൊരു വോയിസ് അല്ലേ? ആ, super. ഗംഭീര വോയിസ്, അടിപൊളിയായിട്ട്, നല്ല ഫീലും.